എന്താന്ന് പറഞ്ഞാൽ നോമ്പ് തുറന്ന് കഴിഞ്ഞ് കിടക്കുന്നതിന് മുന്നേ അതുപോലെ തന്നെ അത്താഴത്തിന് ശേഷം ഒരു ഗ്രീൻ ടീ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചില്ലേ എനിക്ക് എന്തോ തൃപ്തിക്കേടാട്ടാ. അപ്പോൾ ദേ നമുക്ക് ഒരു നാരങ്ങ, അതെനിക്കൊരു ഭയങ്കര ഒരു എനർജി തരുന്നൊരു ഫീലാണേ. ഇത് നമ്മുടെ ഗ്രീൻ ടീയിൽ തന്നെ ഞാൻ എടുത്തുകൊണ്ട് വരുന്നതാണ്. ഇത് കണ്ട നമ്മുടെ സ്മൂത്തി പൗഡറിനൊപ്പം കൊടുക്കുന്ന ഗ്രീൻ ടീ ആണ്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ലീഫായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് നോക്കിയേ, ആ കറക്റ്റ് ലീഫായിട്ട് അത് വരുവേ. നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റുള്ള ഗ്രീൻ ടീ, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഗ്രീൻ ടീക്ക് ഭയങ്കര ആരാധന വരുവേ. ഇനിയിപ്പം ഇത് ആ ഒരു നാരങ്ങ നീരിലേക്ക് ഒഴിച്ച് ചെറു ചൂടോടുകൂടി, എനിക്ക് പണ്ട് ഇഷ്ടമേ അല്ലായിരുന്നു, ഞാൻ ബ്ലാക്ക് ടീ കുടിക്കുമായിരുന്നു ഇഷ്ടം പോലെ. അപ്പം ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ വഴി മാറി ഇത് ഇത് ഭയങ്കര റിഫ്രഷ്മെൻ്റ്. അത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഗ്രീൻ ടീ കുടിക്കാൻ. എന്താ പറയുന്നത്, വൊമിറ്റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂ അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ളവരൊക്കെ 1 ടൈം മാത്രം എടുക്കുക. കാര്യം തൈറോയിഡുകാർക്ക് ചിലർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യം അയണിൻ്റെ നമ്മൾ ആ ഗുളിക ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അതിന് ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഉള്ളതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഉച്ചയ്ക്ക് അല്ലെ 11 മണിക്ക് സ്നാക്സ് നോമ്പില്ലാത്ത സമയത്ത് അന്നേരം എടുക്കാം. ഇല്ലെങ്കിൽ ഡിന്നറിൻ്റെ ടൈമിൽ നമുക്ക് കിടക്കുന്നതിന് മുന്നേ, ഞാൻ ബെഡ് ടൈമും രാവിലെ ഒരെണ്ണം മസ്റ്റായിട്ട് എടുത്തിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുടിക്കാൻ മടിയുള്ളവർക്ക് ചെറു ചൂടോടുകൂടി അങ്ങ് കുടിക്കുക. നല്ല ടേസ്റ്റാണ്. കുടിച്ച് വരുമ്പോഴത്തേക്കും ഒരു ശീലമാകും. പിന്നെ ഇതില്ലാതെ പറ്റാതെ ആ ഒരു എന്താ പറയുക, അത് കുടിക്കാൻ പറ്റായിക എന്ന് പറയുന്നത് പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് പറയും. കാരണം ഗ്രീൻ ടീ നല്ല നമുക്കൊരുപാട് ഈ ബ്ലഡ് പ്രഷർ അതുപോലെ ബ്ലഡ് ഷുഗറൊക്കെ മാനേജ് ചെയ്ത് നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാനും വയറിലെ കൊഴുപ്പൊക്കെ മാറാൻ നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു എനർജി ബൂസ്റ്റർ ഡ്രിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് കൂടി പറയാം. അപ്പം ടേസ്റ്റാണ്, കുടിച്ച് നോക്കുക. നമ്മുടെ സ്മൂത്തി പൗഡറിനൊപ്പം കിട്ടുന്നതാണ്. അത് സ്മൂത്തി കഴിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും